வாருமே நிறைவே, நீர் வேண்டுமே நிறைவே, நீர் போதுமே ஆவியானவரே நிறைவே, நீர் வாருமே நிறைவே, நீர் வேண்டுமே நிறைவே, நீர் போதுமே ஆவியானவரே நிறைவே, நீர் வாருமே நிறைவே, நீர் வேண்டுமே நிறைவே, நீர் போதுமே ஆவியானவரே. യേശുവേ ആരാധന 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 അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ ചെന്ന് പാടിയടേ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. എല്ലാ കരങ്ങൾ വീശി പാടുക. എല്ലാ തങ്ങളേറ്റു പാടിയടേ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. ശബ്ദത്തിൽ ചേർന്ന് പാടിയടേ. ഓ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഉയർത്തി പാടുക. എല്ലാ തങ്ങളേറ്റു പാടിയടേ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. തുല്യം ചൊല്ലാം ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാം ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാവിൽ ചാരുന്നു ഞാൻ. എല്ലാ കരങ്ങളും വീശി പാടുക. ഓ ആരാധന 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 അങ്ങേക്കാം. ശബ്ദമത്തിൽ ചെന്ന് പാടിയടേ. ആരാധന we worship you Lord. അങ്ങേക്ക് ആരാധന. என் பேர் ஜபா, சூரியகுடிலேருந்து வரேன். எங்கள் அம்மாவுக்கு ஒரு காலில் ஒரு மாதத்துக்கு முன்னாடி வீக்கமும் ரொம்ப வலியுமா இருந்தது. அப்போ ஹாஸ்பிட்டலில் போய் செக் பண்ணப்போ ஸ்கேன் பண்ணி பார்த்துட்டு கால் நரம்பில் பிளட் கிளாட் ஆகிருக்குன்னு சொன்னாங்க. எவ்வளோ சீக்கிரம் முடியுமோ அவ்வளோ சீக்கிரம் ஹாஸ்பிட்டல் அட்மிட் பண்ணணும், வெயிட் பண்ண வரைக்கும் கிரிட்டிக்கல் அப்படின்னு சொன்னாங்க. ஹாஸ்பிட்டல் போய் அட்மிட் ஆனாலுமே அங்கே ட்ரீட்மெண்ட் பண்ண முடியாத ஒரு சிச்சுவேஷன். ப்ளீடிங் ப்ராப்ளம் எல்லாம் இருந்தது. அதனால் ப்ளீடிங்குக்கு ட்ரீட்மெண்ட் பண்ணால் கால் கொஞ்சம் கூட பிளட் கிளாட் நரம்பு வெடிக்க சான்ஸ் இருக்குது, உயிருக்கே ஆபத்து அந்த மாதிரி சொன்னாங்க. அப்போ தான் ஆண்டி எங்களுக்கு என்ன பண்ணுறதுனே தெரியல, ஃபுல்லாக ப்ரேயர் மட்டும்தான். ஆண்டி தான் பாஸ்டருக்கு நம்பர் கூப்பிட்டு பேசுன்னு சொன்னாங்க. பாஸ்டர் 2-3 நாள் ப்ரேயர் பண்ணாங்க. அப்போ கரெக்டாக ஒரு வாரம் தான், அதுக்குள்ளேயே ப்ளீடிங்கும் ஸ்டாப் ஆகி ட்ரீட்மெண்ட் முடித்து நாங்கள் டிஸ்சார்ஜ் ஆகி வீட்டுக்கே வந்துட்டோம். 1 மாதம் முடித்து போன வாரம் ஹாஸ்பிட்டல் போய் செக் பண்ணோம். பிரச்சனை எதுவுமே இல்லை, இருந்தாலும் 6 மாதத்துக்கு டேப்லெட் சாப்பிட சொல்லியிருக்காங்க. മകള് മെഡിക്കൽ കോളേജിൽ നിന്ന് ഫോൺ ചെയ്യുന്നു. റോഡിൽ നിന്ന് സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട്
കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഇവിടെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു, ഇപ്പോൾ അമ്മയുടെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആകും എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മകള് തിരിച്ചു വിളിച്ച് പറയുന്നു, ഒരു വാരമായിട്ട് ബ്ലീഡിങ് ആയിരുന്നു. എൻ്റെ കർത്താവ് പ്രാർത്ഥിച്ച സമയത്തിൽ തന്നെ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ആയി. ഹല്ലേലൂയ. മരണ അവസ്ഥ ആയിരുന്നു, മരിച്ചു പോകുമെന്നുള്ള അവസ്ഥയിലായിരുന്നു ഈ മകളെ കരഞ്ഞ് നിലവിളിച്ചിട്ട് എൻ്റെ ഫോൺ വിളിക്കുന്നത്. പക്ഷേ എൻ്റെ കർത്താവ് ആ സമയത്ത് അത്ഭുതം ചെയ്തു. അത് മാത്രമല്ല, കാലിൽ നരമ്പ് പഠിച്ചു പോകും, ബ്ലീഡിങ് ആയി പോകുമെന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം എൻ്റെ കർത്താവ് എത്ര നാൾ പോകും? 3 നാൾ വിളിച്ച് ഫോൺ വഴിയാണ് പ്രാർത്ഥിച്ചത്. ആ ഇവിടുന്ന് പ്രാർത്ഥിച്ചപ്പോഴും ദൈവശക്തി മെഡിക്കൽ കോളേജിൽ ആ ബെഡിൽ ഇറങ്ങി സൗഖ്യത്തെ കൊടുത്തു. ഇന്ന് ഈ മകൾ വന്ന് സാക്ഷി പറയുന്നു, ഇത്രയും അത്ഭുതം ചെയ്ത ആ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുവന്ന ആ നല്ല കർത്താവിന് കൈകളടിച്ച് ഒരു വീട്. മകളുടെ വീട് കാട്ടിക്കട ഭാഗത്താണ്, ദേവഞ്ചേരിയിലാണ്. മകളുടെ മകന് ഡോക്ടറയിൽ ഒരു വീക്കമുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല വലിയ വീക്കമായിരുന്നു. പ്രാർത്ഥിച്ചു, അപ്പോഴായി അന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേന് ഈ വീക്കം മാറി സൗഖ്യമായി. അത് അവർ ഓപ്പറേഷന് വേണ്ടി ആശുപത്രി കൊണ്ടുപോകാൻ നിന്നു. കാരണം അവർക്ക് എല്ലാവർക്കും സംശയമായിരുന്നത് ക്യാൻസറിൻ്റെ ആണോ എന്നൊരു സംശയം എല്ലാവർക്കും അതുകൊണ്ട്. കാരണം അത്ര വലിയ വീക്കമായിരുന്നു. ആ പുഴയെ കർത്താവെന്ന് സൗഖ്യമാക്കി. വീണ്ടും ഇപ്പോൾ അവർ ഡിസ്റ്റിലേക്ക് ഓപ്പറേഷൻ ചെയ്ത് അതിനെ മാറ്റി. വേറെ പ്രയാസമൊന്നുമില്ല, സന്തോഷത്തോടെ ഇരിക്കുന്ന നല്ല കർത്താവിന് കൈകളടിച്ചൊരു ഹാലിൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ 1 കൊരിന്ത്യർ 12:9 1 കൊരിന്ത്യർ 12:9 എന്ന് വായിക്കാം. അതായത് 9 വരങ്ങളെ കുറിച്ചൊന്ന് വായിക്കാം. வேறொருவனுக்கு அந்த ஆவியினாலேயே விசுவாசமும் எப்படியெனில் ஒருவருக்கு ஆவியினாலே ஞானத்தை போதிக்கும் வசனம் வேறொருவருக்கு அந்த ஆவியினாலேயே ആവിനാൽ ജ്ഞാനത്തെ ബോധിക്കുന്ന വസനം അത് കഴിഞ്ഞു வேறொருவனுக்கு அந்த ஆவியினாலேயே அறிவை உணர்த்தும் வசனம் വേറൊരുവനുക്ക് அந்த ஆவியினாலேயே விசுவாசமும். ഹല്ലേലൂയ. എന്താണ് വിശ്വാസം? ഈ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗിഫ്റ്റാണ്. ഹല്ലേലൂയ. ഒരു ദാനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് വിശ്വാസം ആരിൽ മാത്രമാണ് വരുന്നത്? പരിശുദ്ധ ആത്മാവ്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുകയാണെങ്കിൽ എന്തുണ്ടാക്കും? നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. ഹല്ലേലൂയ. നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് 2 തിമോത്തി, നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. 2 തിമോത്തി 1:14 പറയുന്നത് എങ്ങനെയാണ്? ഈ വിശ്വാസം ആര് മുഖേന നമ്മൾ കാക്കണം? പരിശുദ്ധ ആത്മാവ്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്, അല്ലെങ്കിൽ ജയാളിയായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ താക്കോൽ എന്ന് പറയുന്നതാണ് എന്ത്? പരിശുദ്ധ ആത്മാവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു ജയാളിയായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് താക്കോൽ ആണ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ, കർത്താവിന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, എന്നാൽ ഒരിക്കൽ കൂടെ പറയണം. നമ്മൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവിന് എന്നോട് എന്തെങ്കിലും സംസാരിക്കണോ? നമ്മളിപ്പം എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശു എന്നോട് സംസാരിക്കണമെന്ന്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പിതാവായ ദൈവം നമ്മളോട് സംസാരിക്കണമെന്ന്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കണമെന്നൊരു ചിന്ത നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ എത്ര പേർക്ക് ഇപ്പൊ പ്രാർത്ഥിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു ചിന്ത തോന്നുന്ന എത്ര പേരുണ്ട്? ഒരുപക്ഷെ ഒരു 70-80% ആൾക്കാർക്ക് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കണമെന്നൊരു ചിന്ത വരുന്നു അല്ലേ? ആ ചിന്ത നിങ്ങൾക്ക് വരികയാണെങ്കിൽ അത് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ആ ചിന്ത കൊണ്ടുവരുന്നെങ്കിൽ, ആ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരുന്നതെങ്കിൽ ആ ചിന്ത കൊണ്ടുവരുന്നത് ആരാണ്? പരിശുദ്ധ ആത്മാവാണ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് ചിന്ത കൊണ്ടുവരുന്നതിന്റെ കാരണം പിതാവാം ദൈവത്തിന് നിങ്ങളോട് എന്തോ സംസാരിക്കാൻ ഉണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ യേശുവിന് നിങ്ങളോട് എന്തോ സംസാരിക്കാൻ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥിക്കണം. വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്നൊരു ചിന്ത വരുന്നു, എനിക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ എല്ലാ ജോലിയും മാറ്റി വെച്ച് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ആയിരിക്കും, ഒരു 15 മിനിറ്റ് ആയിരിക്കും, പ്രാർത്ഥനയിൽ ഇരിക്കണം. ഹല്ലേലൂയ. കാരണം വേറെ ഒന്നുമല്ല, പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് ആ ആഗ്രഹത്തെ തരുന്നത്. പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹത്തെ തരുന്നത് ആരാണ്?
പരിശുദ്ധ ആത്മാവ്. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴൊക്കെ കർത്താവിനോട് കൂടെ ഇരിക്കുന്നു, എപ്പോഴൊക്കെ കർത്താവിനോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു, അപ്പോഴൊക്കെ അതിന് ആര് സഹായിക്കും? പരിശുദ്ധ ആത്മാവ്. അതുകൊണ്ട് എഫേഷ്യൻസ് 6:18 പറയുന്നത് എപ്പോഴും എന്തിൽ പ്രാർത്ഥിക്കണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജഡം വെളിപ്പെടത്തില്ല. കാരണം യേശുവിന് തക്കവണ്ണം അല്ലെങ്കിൽ പിതാവും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ ആർക്ക് സാധിക്കും? പരിശുദ്ധ ആത്മാവിന് സാധിക്കും. പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി തുണ നിൽക്കും. ഹല്ലേലൂയ. ഇവിടെ പുതുതായിട്ട് വന്നവർക്ക് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ചിലപ്പം ഇത് കുറച്ച് കട്ടിയായിരിക്കാം, പക്ഷെ ഒരു കാര്യം പറയാം. പരിശുദ്ധാത്മാവിനെ എത്രമാത്രം നിങ്ങൾ സഹായിക്കുവാൻ വിളിക്കുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ എത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിലോട്ട് സ്വാഗതം ചെയ്യുന്നു, എത്രമാത്രം പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ലൈഫിലോട്ട്, നിങ്ങളുടെ ഓരോ കാര്യത്തിലോട്ടും പരിശുദ്ധാത്മാവിനെ ഇൻവൈറ്റ് ചെയ്യുന്നു, വരവേൽക്കുന്നുവോ, അത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നിറയും. ഹല്ലേലൂയ. അത് 7 വായിക്കാവോ? 1 കൊരിന്ത്യർ 12:7. ബട്ട് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ദി സ്പിരിറ്റ്, അതായത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് എന്ത്? പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ. ഹല്ലേലൂയ. ഒന്ന് വായിക്കാമോ? ആവിയുടെ അനുഗ്രഹം അവൻ അവരുടെ പ്രയോജനത്തിற்கென்று അളിക്കപ്പെട്ടിരിക്കുന്നത്. ആവിയുടെ അനുഗ്രഹം എന്നാൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ, അതായത് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ആവി അതായത് പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കർമ്മങ്ങളാണ്, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത്? നമുക്ക് വിശ്വാസം തരുന്നത്. പിന്നെ അതില് മിറാക്കിൾസ്. 1:10 വായിക്കാമോ? വേറൊരുവനുക്ക് അത്ഭുതങ്ങൾ ചെയ്യും ശക്തി കൊടുക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. അത് കഴിഞ്ഞ് വേറൊരുവനുക്ക് ദീർഘദർശനം പറയാൻ എന്തൊക്കെ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ, കർത്താവിന്റെ കൂടെ ഇരുന്ന ആത്മാവാണ് കർത്താവിനോട് എല്ലാം പറഞ്ഞ് ആ ഭൂതങ്ങളെ പുറത്താക്കിയതും എല്ലാം ചെയ്തത് ആരാണ്? കർത്താവിന്റെ ഉള്ളിലുള്ള പരിശുദ്ധ ആത്മാവ്. അത് കഴിഞ്ഞ് വായിക്കുന്നത് വേറൊരുവനുക്ക് ആവികളെ പകുത്തറിതലും വേറൊരുവനുക്ക് പற்பല പാസകളെ പേസുതലും വേറൊരുവനുക്ക് പാസകളെ വ്യാഖ്യാനം പണ്ണുതലും അളിക്കപ്പെടുகிறது. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ കർത്താവിന്റെ ഈ ദാനങ്ങൾ വേണം ആഗ്രഹമുണ്ട്? ഈ 9 വരങ്ങളും എത്ര പേർക്ക് വേണം എന്ന് ആഗ്രഹമുണ്ട്? ആ വേണം എന്നുള്ള കരങ്ങൾ ഉയർത്തിയാണ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അപ്പം ആ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 14:1 1 കൊരിന്ത്യർ 14:1 50 നാടുകൾ ഹല്ലേലൂയ. എന്ത് ചെയ്യണം? ജ്ഞാനവരങ്ങളെ വിരുമ്പുകൾ. ആ വിരുപ്പം. കാരണം പരിശുദ്ധാത്മാവ് ഇതൊരു അത്യാവശ്യ കാര്യമല്ല. ഈ പരിശുദ്ധാത്മാവിന്റെ ദാനം എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യന് അനുസരിച്ച് അതൊരു അത്യാവശ്യ കാര്യമല്ലേ. പക്ഷേ ഇത് എന്ത് ചെയ്യും? വിരുമ്പുന്നവർക്ക്, അല്ലെങ്കിൽ എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം, എനിക്ക് കർത്താവിൽ ജയാളിയായി നടക്കണം. സാധാരണ ഇവിടെ വന്ന് ആരാധിച്ച് കൈയടിച്ച് എനിക്ക് ഇന്ന ആഗ്രഹങ്ങൾ, ഇന്ന ആവശ്യങ്ങൾ മതി എന്ന ഒരു വിശ്വാസിക്ക് ഇത് ആവശ്യമില്ല. എന്നാൽ യേശുവിൽ, ക്രിസ്തുവേശുവിൽ ജയാളിയായി ഒരു ജീവിതം നയിക്കണം എന്നൊരു വ്യക്തിക്ക് ഈ ജ്ഞാനം, ഈ വരങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിരുമ്പണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു എന്താ ഒരു പാസ്റ്റർ പറഞ്ഞതാണ്, ഒരു പാസ്റ്റർ ഡേവിഡ് ഹെർണാണ്ടസ് എന്നൊരു പാസ്റ്റർ പറഞ്ഞതാണ്. അതായത് ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഇവിടെ വന്നിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വിടുതലിന് വേണ്ടിയിട്ടും ഒരു നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുവാനും നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുവാനും വേണ്ടിയിട്ടാണ്. ഒരു 90% 95% ആൾക്കാർ വരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വസിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് എന്നിൽ ഉണ്ടെന്ന് പൂർണ്ണമായും ഒരു ബോധ്യമുണ്ടെങ്കിൽ, അവൻ നിൽക്കുന്ന സ്ഥലം എന്തായി മാറും? ഒരു പ്രാർത്ഥന അന്തരീക്ഷമായി മാറും. ഹല്ലേലൂയ. നിങ്ങൾ അന്തരീക്ഷത്തിനു വേണ്ടി തെരഞ്ഞു പോകണ്ട. എന്നാൽ അന്തരീക്ഷം ആരുടെ ഉള്ളിലുണ്ട്? നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കും. നമ്മൾ ആരാണ്? ദൈവത്തിന്റെ മന്ദിരം. ദൈവത്തിന്റെ മന്ദിരം എവിടെയുണ്ടോ അവിടെ എന്തുണ്ട്? ദൈവിക സാന്നിധ്യമുണ്ട്, ദൈവിക പ്രസൻസ് ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം എന്തിനു വായിക്കണം? പരിശുദ്ധാത്മാവിൽ എന്തിനു വായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അതിനു വേണ്ടി ഒരു ഉദാഹരണം പറയണം. ഹല്ലേലൂയ.
ഞാൻ ഒരാഴ്ച മുമ്പ് എന്നോട് അമ്മ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ലൈസ ടീച്ചറിന്റെ വീട്ടിൽ അച്ഛൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു ഒത്തിരി സ്ഥലത്ത് പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ലൈസ ടീച്ചറിന്റെ വീട്ടിലും പോകാനായിട്ട്, പിന്നെ കിളിയേന്തിരി നമ്മളിവിടെ വരുന്ന കിളിയേന്തിരി വീട്ടിലും പോകാനായിട്ട് പറഞ്ഞായിരുന്നു. ഹല്ലേലൂയ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു സെക്കൻഡ് അങ്ങ് മടിച്ചു. വീട്ടിലൊക്കെ ഇനി ഞാൻ പോയി പ്രാർത്ഥിക്കുന്നു, അതെങ്ങനെയാണെന്നുള്ള ഒരു ചിന്ത എനിക്ക്. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, എനിക്കൊരു പെട്ടെന്നൊരു നാണമൊക്കെ ഇനി അവന് വീട്ടിലൊക്കെ പോയി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് അമ്മ എന്നോട് പറഞ്ഞു, നീ പിന്നെ കർത്താവിന്റെ വേല എന്ന് പറഞ്ഞാൽ എന്തോ നടന്നു, നീ കർത്താവിന്റെ വേല എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കർത്താവിന്റെ വേല. എന്നെ അത് വല്ലാതെ ടച്ച് ചെയ്തു. എന്നെ അത് വല്ലാതെ ആ പറഞ്ഞ കാര്യം എന്നെ വല്ലാണ്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കയറാൻ തുടങ്ങി. പക്ഷെ നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോകാതെ കഴിഞ്ഞാൽ എങ്ങനെ എന്നാലോചിച്ചു. അപ്പം എൻ്റെ ഉള്ളിനകത്തുള്ള ഞാൻ ഇനി ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തിയാണോ എന്നൊരു ചിന്ത എനിക്ക് വന്നു. എനിക്ക് ദൈവവിളിയുണ്ടോ? ഹല്ലേലൂയ. അതായത് ഇത്രയും ഇവിടെ വന്ന് ഇത്രയും മാസം ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞ് ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് ദൈവവിളിയുണ്ടോ? ഞാൻ ശുശ്രൂഷ ചെയ്യേണ്ട വ്യക്തിയാണോ? ഹല്ലേലൂയ. എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷനായി. കർത്താവേ, ഇത് ശരിക്കും ഞാൻ ശുശ്രൂഷ വേല ചെയ്യേണ്ട ഒരു വ്യക്തിയാണോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. ഞാൻ അപ്പം വചനം എടുത്തു. ഹല്ലേലൂയ. വചനം എടുത്ത് ഞാൻ ഇന്നുവരെ ആ വചനം വായിച്ചിട്ടില്ല. യെശയ്യാവ് 6:8 ഒന്ന് എല്ലാവർക്കും നടക്കും, ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് പോലെ. യെശയ്യാവ് 6:8 ഒന്ന് വായിക്കാവോ? യെശയ്യാവ് 6:8. பின்பு யாரை நான் அனுப்புவேன், யார் நமது காரியமாய் போவான் என்று உரைக்கிற ஆண்டவருடைய சத்தத்தை கேட்டேன். ഹല്ലേലൂയ. മതി. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഈ വചനം വായിക്കുന്നത്. അതൊരിക്കൽ കൂടെ വായിക്കാവോ? பின்பு யாரை நான் அனுப்புவேன், பின்பு யாரை நான் அனுப்புவேன், யார் நமது காரியமாய் போவான் என்று உரைக்கிற ആണ്ടവരുടെ സത്തത്തെ കേട്ടേൻ. ഹല്ലേലൂയ. കർത്താവിൽ, അതായത് എപ്പോഴൊക്കെ കൺഫ്യൂഷൻ വരും, ഞാൻ ശുശ്രൂഷയ്ക്ക് ഞാൻ വിളിക്കപ്പെട്ടതാണോ എന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? ഈ വചനം പരിശുദ്ധാത്മാവ് എന്റെ കണ്ണിൽ കാണിച്ചത്. ഹല്ലേലൂയ. ഞാൻ എടുത്തത് തന്നെ ഈ വചനമാണ്. അത് ഒരിക്കൽ കൂടെ വായിക്കാൻ വേണ്ടി. பின்பு யாரை நான் அனுப்புவேன், பின்பு யாரை நான் அனுப்புவேன், யார் நமது காரியமாய் போவான் என்று ഉരയ്ക്കിற ആണ്ടവരുടെ സത്തത്തെ കേട്ടേൻ. ഹല്ലേലൂയ. അതായത് കർത്താവ് പിതാവാം ദൈവം ചോദിക്കുകയാണ്, എന്റെ കാര്യത്തിന് വേണ്ടി എന്റെ വേല ചെയ്യാൻ ആരുണ്ട്? ഞാൻ ആരെ അയക്കും? ആരെനിക്ക് വേണ്ടി സത്യസന്ധതയോടെ നിൽക്കും? ഹല്ലേലൂയ. ഇതെന്നെ വല്ലാണ്ട് ടച്ച് ചെയ്തു. എനിക്കൊരു ബോധ്യം വന്നു, യെസ്, ഞാൻ വിളിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്താണ്? നിങ്ങൾ എല്ലാവരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് കർത്താവിന്റെ കൂടെ നിൽക്കുമ്പോൾ കർത്താവിന് പരിശുദ്ധാത്മാവിന് നന്നായിട്ട് അറിയാം എൻ്റെ മനസ്സും. കാരണം ഞാൻ എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നടക്കാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്റെ കലക്കങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തേറ്റരവാളൻ. ഹല്ലേലൂയ. അതായത് ഞാൻ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പുതുതായിട്ട് വന്നവരോട് ഞാൻ പറയാണ്, നിങ്ങൾ എത്രമാത്രം പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകുമോ, ഓരോ കാര്യങ്ങളിലും നിങ്ങൾ എത്രമാത്രം പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന കുഞ്ഞു മക്കളോടും യങ്സ്റ്റേഴ്സിനോടും ഞാൻ പറയാണ്, ഇവിടെ ഇപ്പം ഞങ്ങൾ രക്ഷിക്കപ്പെട്ട്, അച്ഛൻ രക്ഷിക്കപ്പെട്ട്, അല്ലെങ്കിൽ റൂബി ബ്രദർ രക്ഷിക്കപ്പെട്ട്, അച്ഛനിപ്പം കഴിഞ്ഞ ആഴ്ച 53 വയസ്സായത്. ഹല്ലേലൂയ. 53 വയസ്സായത് കഴിഞ്ഞ ആഴ്ചയാണ്. ഹല്ലേലൂയ. അപ്പം അച്ഛൻ രക്ഷിക്കപ്പെട്ടത് 8 വർഷമായി, 8-9 വർഷമായി. അതായത് അച്ഛൻ രക്ഷിക്കപ്പെട്ട എത്രാമത്തെ വയസ്സിലാണ്? 45-ാമത്തെ വയസ്സിൽ. അച്ഛൻ എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കർത്താവിനെ അറിയാനായിട്ട്? ഈ 25 വർഷം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ ഈ വയസ്സായ ആന്റിമാരും അപ്പച്ചന്മാരും ഒക്കെ, നിങ്ങൾ കർത്താവിനെ പൂർണ്ണമായിട്ടും അറിയാൻ തുടങ്ങിയത് നിങ്ങളുടെ വാർദ്ധക്യ ഏജിലാണെങ്കിൽ, ഞാൻ കൊച്ചു മക്കളോട് പറയാണ്, നിങ്ങൾക്കും എനിക്കും കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾക്ക് യേശുവിനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ പറയുന്ന കാര്യം നിങ്ങൾ കടന്നു വന്ന വഴിയിലല്ലാതെ ക്രിസ്തു യേശുവിന് ഇഷ്ടമുള്ള വഴിയിൽ നടക്കുവാൻ ആര് സഹായിക്കണം? നിങ്ങളുടെ മക്കൾ ആര് സഹായിക്കും? പരിശുദ്ധ ആത്മാവ് സഹായിക്കും. ഇപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടത് എൻ്റെ 15-ാമത്തെ വയസ്സിലാണ്. ഹല്ലേലൂയ.
എനിക്ക് ഇനി ഒരു 45 അല്ലെങ്കിൽ ഒരു 50 വയസ്സാകുമ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, അനേകം ആത്മാക്കളെ നേടുവാൻ അല്ലെങ്കിൽ ക്രിസ്തുവേശുവിന്റെ വഴിയിൽ ഒരു ജയാളിയെ നടക്കുവാൻ എന്നെ ആര് സഹായിക്കും? പരിശുദ്ധ ആത്മാവ് സഹായിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും കൂടെ ഇരിക്കുന്നവര് നിങ്ങളുടെ മക്കൾക്ക് ആരെ കൊടുക്കണം? യേശുവിനെ, പരിശുദ്ധാത്മാവിനെ കൂടെ നടക്കുന്ന ആ അറിവിനെ കൊടുക്കണം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ അച്ഛനമ്മയുടെയും കടമയാണ്. ഹല്ലേലൂയ. എൻ്റെ അച്ഛനമ്മയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന, എനിക്ക് വേണ്ടി അവർ ചൊരിഞ്ഞ കണ്ണീര്, ആ പ്രസൻസ്, ആ ശക്തി ആരെ മൂടി? എന്നെ സകല പ്രശ്നങ്ങളിൽ നിന്നും പ്രതികൂലത്തിൽ നിന്നും മൂടിക്കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ആരെ കൊടുക്കണം? യേശുവിനെ കൊടുക്കണം, പരിശുദ്ധാത്മാവിനെ കൊടുക്കണം. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിള്ളേർക്ക് ചോറ് കൊടുക്കത്തില്ല പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ. കാരണം വൈകുന്നേരം ഈ സമയത്തിന്, അതായത് രാജ്ഞി പിതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്, വൈകുന്നേരം 6 മണി തൊട്ട് 7 മണി വരെ പ്രാർത്ഥനാ സമയത്തിൽ ഇരുന്നില്ലെങ്കിൽ അന്ന് അവർക്ക് ചോറ് ഇല്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ എത്രമാത്രം നിങ്ങളുടെ കൂട്ടത്തിൽ, എത്രമാത്രം നിങ്ങളുടെ ജീവിത കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുവോ, നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവായതുകൊണ്ട് ഇന്ന കാര്യങ്ങൾക്ക് മാത്രം. നിസ്സാരം ഒരു ആഹാരം വയ്ക്കുന്നതിന്, പാചകത്തിന് പോലും ആരുണ്ടാവും? തുണ നിൽക്കും, പരിശുദ്ധാത്മാവ് തുണ നിൽക്കും. ഹല്ലേലൂയ. ചിലപ്പം ഇപ്പം ഞാൻ ഒന്നിനെയും കുറവായിട്ട് പറയുന്നതല്ല, ഇപ്പം ഒരു മേസ്ത്രി പണി ചെയ്യുന്ന ഒരാൾ, ഒരു വീട് വയ്ക്കുന്ന ആൾ, അദ്ദേഹത്തിന് പോലും ആര് തുണ നിൽക്കും? പരിശുദ്ധാത്മാവ് തുണ നിൽക്കും. അല്ലെങ്കിൽ ഒരു തയ്യൽ ചെയ്യുന്ന ഒരാൾ, അവർക്ക് പോലും ആര് തുണ നിൽക്കും? പരിശുദ്ധാത്മാവ് തുണ നിൽക്കും. ആ കാര്യം ചെയ്യുവാൻ, ചന്തമായിട്ട് ചെയ്യുവാൻ, ഇപ്പം ഇവിടെ മുറുക്ക് കച്ചവടം പറഞ്ഞ ഏതോ ഒരു ആന്റി വന്നായിരുന്നില്ലേ, അവര് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുവാൻ ആര് സഹായിക്കും? പരിശുദ്ധാത്മാവ് സഹായിക്കും. സകല കാര്യത്തിലും, ആത്മീയത്തിലും ഭൗതികത്തിലും എല്ലാ കാര്യത്തിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുവാൻ ആര് നമ്മളെ സഹായിക്കും? പരിശുദ്ധാത്മാവ് സഹായിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ കൊതിക്കണം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വയസ്സായ ആൾക്കാർ, ഇപ്പം വയസ്സായ ഒത്തിരി പേരുണ്ടായിരിക്കും. ഞാൻ അവരോട് പറയാണ്, അപ്പോസ്തല പ്രവൃത്തി 2:17 എടുക്കാവും. കടൈസി നാட்களில் நான் മാംസமான യാവർ മേലും എൻ ആവിയെ ഊറ്റുവേൻ. ഹല്ലേലൂയ. ഒരു മിനിറ്റ്. മാംസமான യാവർ മേലും, ഹല്ലേലൂയ. ഇന്ന ആൾക്കാരുടെന്നോ, ഇന്ന മതമെന്നോ, ഇന്ന ജാതിയെന്നോ, ഇന്ന കുലമെന്നോ, ഇന്ന വയസ്സെന്നോ ഇല്ല. യാവർ മേലും ആവിയെ ഊറ്റുവേൻ. அப்பொழுது உங்கள் குமாரரும் உங்கள் குமாரத்திகளும் ஹல்லேலூய. നിങ്ങളുടെ മക്കളും தீர்க்க தரிசனம் சொல்லுவார்கள். வாலிபர் தரிசனங்களை அடைவார்கள். உங்கள் மூப்பர் ஹல்லேலூയ സ്വപ്നങ്ങളെ കാണുവാர்கள். ഹല്ലേലൂയ. വെടിവെക്കുന്ന സ്വപ്നവും മരിക്കുന്ന സ്വപ്നവും നരകത്തിൽ പോകുന്ന സ്വപ്നമല്ല. ഏത് സ്വപ്നം കാണും? കർത്താവിനെ സ്വപ്നം കാണും. ഹല്ലേലൂയ. ആര്? പ്രായം ചെന്നവർ, വയോധികർ, ഹല്ലേലൂയ, വൃദ്ധന്മാർ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, അയ്യോ എനിക്ക് ഇത്രയും വയസ്സായി, ഞാൻ ഇനി എന്ത് ചെയ്യും? നോ. കർത്താവിന് നിങ്ങളെ ഉപയോഗം, കർത്താവിനെ കൊണ്ട് നിങ്ങൾ, എന്നോട് കർത്താവ് ചോദിച്ചതുപോലെ യെശയ്യാ 6:8, എന്റെ വേലയ്ക്ക് വേണ്ടി പോവാൻ ആരുണ്ട്? ഹല്ലേലൂയ. അതിനൊരു വയസ്സെന്നോ ഒരു ക്രമീകരണം ഒന്നുമില്ല. ഈ നമ്മളെ ശൗലിനെ കണ്ടതുപോലെ, ശൗലിനെ കർത്താവിന്റെ ആത്മാവിനെ കൊടുത്തപ്പോൾ ശൗല് മൂപ്പന്മാരുടെ മുമ്പിൽ പോയി പ്രൊഫസി, ദീർഘദർശനം പറഞ്ഞപ്പോൾ മൂപ്പന്മാര് തന്നെ അതിശയിച്ചു പോയി. ഈ ശൗലിന് ഇത്രയും ജ്ഞാനം ഉണ്ടായിരുന്നു. ഈ ശൗൽ മൂപ്പന്മാരുടെ കൂട്ടത്തിലുള്ളവനായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ചെറിയ കുട്ടി മുതൽ എത്ര വയസ്സായാലും പരിശുദ്ധാത്മാവിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഇന്നലകളെ മറന്ന് ഇനി കർത്താവ് എന്നെ സ്നേഹിക്കൂ, ഇനി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തൂ, അങ്ങനെ ഒരു ചിന്ത ആർക്കും വേണ്ട. കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് ആത്മാക്കളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴാണ് പറയുന്നത്, കർത്താവേ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കാം എന്ന ഒരു വാക്ക് എപ്പോ പറയുന്നുവോ, നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആരും ചിലപ്പോൾ അപ്പം നിങ്ങളോട് പറയത്തില്ലായിരിക്കും,
ഇപ്പം എന്നോട് ചിലപ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്ന സമയം, കർത്താവ് ഞാൻ അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽക്കാം, അല്ലെങ്കിൽ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കാം എന്ന് പറയുന്ന നിമിഷം വരെ ഒരാത്മാക്കൾ പോലും നമ്മുടെ മുമ്പിൽ പ്രാർത്ഥിക്കാത്ത വരത്തില്ലായിരിക്കും. എന്നാൽ എപ്പോഴാണോ നിങ്ങൾ ഈ പ്രാർത്ഥന, അല്ലെങ്കിൽ കർത്താവ് ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ചെയ്യാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കൊരു വഴി തുറക്കണമെന്ന് എപ്പോൾ പറയുന്നു, നിങ്ങൾ പോലും അറിയാതെ ആത്മാക്കളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ സന്തോഷം. ഹല്ലേലൂയ. നമ്മൾ കാരണം, അല്ലെങ്കിൽ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയോട്, ആ തകർന്നിരിക്കുന്ന വ്യക്തിക്ക് അല്പമെങ്കിലും നമുക്കൊരു ആശ്വാസം കൊടുക്കുവാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്നതും കർത്താവ് നമ്മളിൽ നിന്നും ചോദിക്കുന്നതും അതാണ്. എൻ്റെ മക്കൾ, നിന്റെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി, നിന്റെ കൂട്ടു സഹോദരങ്ങൾ പ്രശ്നത്തിലും പ്രയാസത്തിലും കിടക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ, നീ കാരണം അവന് ആശ്വാസം ലഭിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ മനസ്സുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾക്ക് വീണ്ടും വീണ്ടും കർത്താവിന്റെ ആത്മാവ് എന്നോട് പറയണം, നിങ്ങളുടെ മക്കൾക്ക് പരിശുദ്ധാത്മാവിന്റെ അറിവിനെ, യേശുവിനെ കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ, ആത്മാവിലുള്ള പ്രാർത്ഥന നിങ്ങൾ ചെയ്താട്ടെ. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിങ്ങളുടെ മക്കൾ മാറും. ഹല്ലേലൂയ. അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ കുപ്പയിൽ നിന്നും ഉയർത്തി രാജാക്കന്മാരുടെ കൂടെ ഇരുത്തുന്നവരെ കർത്താവ് മാറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവ്, ഇന്നത്തെ വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവ്, പരിശുദ്ധാത്മാവെ, അങ്ങ് ഇവരോട് ഇടപെട്ടതിനായി സ്തോത്രം. അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തൊട്ടതിനായി നന്ദി. കർത്താവ്, അങ്ങൊരു തേറ്റരവാളനെന്നും കർത്താവ് അങ്ങ് സകലത്തിലും കൂടെ നിൽക്കുന്ന ആത്മാവാണെന്നും കർത്താവ്, അങ്ങ് കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് തെളിയിച്ചതിനായി നന്ദി. കർത്താവ്, ദൈവിക പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അതിന് അങ്ങയുടെ പൂർണ്ണ സഹായം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കർത്താവ്, ഇതുവരെ ഒരുപക്ഷെ ഞങ്ങൾ ഞങ്ങളെ അറിഞ്ഞിട്ടില്ലായിരിക്കും, പക്ഷെ ഇന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങൾ അറിഞ്ഞു അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിലോട്ട് സ്വാഗതം ചെയ്യുന്നു. സകലത്തിലും കർത്താവ്, ആത്മീയമായും ഭൗതികമായും സകല കാര്യത്തിലും കർത്താവ്, ഒരു ചെറിയതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ഭൗതിക കാര്യത്തിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ പഠിത്തത്തിൽ കർത്താവ്, എൻ്റെ ആത്മീയ കാര്യത്തിൽ, സകലത്തിലും, എൻ്റെ മക്കളുടെ കാര്യത്തിൽ കർത്താവ്, കല്യാണ കാര്യത്തിൽ കർത്താവ്, ഞാൻ എന്തു തന്നെ ചെയ്താലും അത് അങ്ങേ കൂടാതെ ഒന്നും ചെയ്യുവാൻ കർത്താവ് എന്നെ കൊണ്ട് സാധിക്കത്തില്ല. അത് ക്രിസ്തു യേശുവിൽ എന്ന പോലെ ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ അങ്ങ് തന്നെ ഞങ്ങളെ ബലപ്പെടുത്തണം. ഈ ജനത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സകല നന്മകളാലും നിറച്ചോട്ടെ. ദൈവീക ജ്ഞാനത്താൽ നിറച്ചതിനായി നന്ദിയപ്പ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. எங்கள் அப்பா பிதாவே, அன்பான தேவா, அருமை இரட்சகரே, ஆவி சென்று பாடுமா. அன்பான தேவா, அருமை இரட்சகரே, ஆவியானவரே, ஓ ஒன்றை நான் கேட்டேன், அதையே நான் தேடி ஆர்வமாய் நாடுகிறேன். ஒன்றை நான் கேட்டேன். எல்லாரும் கரங்களை பாடி தெய்வத்தை ஸ்துதிക്കുക. ஓ உயிரோடு வாழும் நாட்களெல்லாம் பணி செய்திடுவே. உயிரோடு வாழும் நாட்களெல்லாம் பணி செய்திடுவே. நன்றி உமக்கு அப்பா, நன்றி. ஓ ஆவியானவரே, எங்கள் அப்பா பிதாவே, அன்பான தேவா, அருமை യേശുവേ. എല്ലാവർക്കും സ്ഥാനം എഴുന്നേൽക്കുമോ? എങ്ക പിതാവേ, എല്ലാവർക്കും സ്ഥാനം വേഗത്തിൽ നമുക്ക് എഴുന്നേൽക്കാമോ? യേശുവേ. ஓ எங்கள் அப்பா பிதாவே, அன்பான தேவா, அருமை இரட்சகரே,
ஆவியானவரே சென்று பாடுமாம். எங்கள் அப்பா பிதாவே, அன்பான தேவா, அருமை இரட்சகரே, ஆவியானவரே. எங்கள் அப்பா பிதாவே, அன்பான தேவா, அருமை இரட்சகரே, ஆவியானவரே. பிதாவே ஆராதிக்கின்றோர், இயேசுவே ஆர்ப்பரிக்கின்றோர், ஆவியானவரே அன்பு செய்கின்றோர். ഈ നാടകത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ ഇവിടെ കരങ്ങളിലെ സമർപ്പിച്ച് ജപിക്കുകയാണ്. എന്തെന്ന നോയ്കളിനാൽ ഭാരപ്പെടുகிறார்களோ, എന്തെന്ന വേദനകളിനാൽ ഭാരப்படுகிறார்களோ, உம்முடைய சுகமளிக்கும் வல்லமை, பரிசுத்த ஆவியானவருடைய வல்லமை அந்த குடும்பங்களை தொடுவதாக, വ്യക്തിகளை தொடுவதாக. இப்போது எல்லா நோய்களும் மறைத்து போகட்டும் இயேசுவின் நாமத்தில். எல்லா பாவ சாப கிரியைகள் இயேசுவின் நாமத்தில் மறைத்து போகட்டும் இயேசுவின் நாமத்தில். பரிசுத்த ஆவியானவரே தேவனே, நீர் அப்படி செய்ததற்காக ஸ்தோத்திரம். இந்த செய்தி ஆராதனை பார்த்துக் கொண்டிருக்கிற ஒவ்வொரு குடும்பங்களிலும் தேவ வல்லமை இறங்குவதாக, தேவ வல்லமை இறங்குவதாக. நோயாளிகள் சுகமாவதாக, பிசாசின் கிரியைகள் அழிவதாக இயேசுவின் நாமத்தில். கர்த்தாவே, நீர் அப்படி செய்ததற்காக நன்றி. சகலமான உமக்கு புகழ்ச்சி உமக்கே செலுத்துகிறோம். எல்லா குடும்பங்களுடைய கரங்களை சமர்ப்பித்து ஜெபிக்கிறேன் அப்பா. எல்லா தீய சக்திகள் நின்றும், தீங்கில் நின்றும், தீமைகளில் நின்றும் இந்த குடும்பங்களை விடுவித்து பாதுகாக்க வேண்டும் என்று ஜெபிக்கிறேன். பரிசுத்த ஆவியாகிய தேவனே, நீர் அப்படி செய்ததற்காக ஸ்தோத்திரம். இயேசு கிறிஸ்துவின் நாமத்தில் சொல்லிய பிதாவே, ஆமென்.